150 കോടി ചോദിച്ചു. 11 കോടിയിൽ തൽക്കാലം ഒതുക്കി. അജിത്തിന്റെ വിടാമുയർച്ചി അവസാന പ്രതിസന്ധി മറികടന്നു. അജിത് കുമാറിന്റെ വിടാമുയർച്ചി ഫെബ്രുവരി 6-ന് തിയേറ്ററുകളിൽ എത്തുന്നു. പക്ഷേ അവസാന പ്രതിസന്ധി മറികടന്നത് ഇങ്ങനെ. തമിഴ് സിനിമാസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന അജിത് കുമാർ ചിത്രമാണ് വിടാമുയർച്ചി. സിനിമ ഫെബ്രുവരി 6-ന് തിയേറ്ററുകളിൽ എത്തും. റിലീസിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രെയിലർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. അതിനൊപ്പം തന്നെ പുതിയ ചില വാർത്തകളും വരുന്നുണ്ട്. ഇംഗ്ലീഷ് ചിത്രം ബ്രേക്കിംഗ് ഡൗണിന്റെ റീമേക്ക് ആണ് എന്ന ഒരു അഭ്യൂഹം പരന്നിരുന്നു. അതേസമയം ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസായ പാരമൗണ്ട് പിക്ചേഴ്സ് അതിനാൽ തന്നെ റൈറ്റ്സിന്റെ പ്രതിഫലം ചോദിച്ച് നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷനെ സമീപിച്ചിരുന്നു. ഇത് തർക്കമായതാണ് നേരത്തെ പൊങ്കലിന് നിശ്ചയിച്ചിരുന്ന പടം ഇറങ്ങാൻ വൈകിയത് എന്നായിരുന്നു വിവരം. 100 കോടി മുതൽ 150 കോടി വരെയാണ് പാരമൗണ്ട് ലൈക്കയോട് ആവശ്യപ്പെട്ടത് എന്നാണ് വിവരം. എന്നാൽ ഇത്രയും തുക നൽകാൻ പറ്റില്ലെന്ന് ലൈക്ക അറിയിച്ചു. ഇതോടെ ചിത്രം പ്രതിസന്ധിയിലാകുമോ എന്ന ചോദ്യം പോലും ഉയർന്നു. ഒടുവിൽ ഇത് രമ്യമായി തൽക്കാലം പരിഹരിച്ചാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് എന്നാണ് വിവരം. ഇപ്പോൾ പാരമൗണ്ട് പിക്ചേഴ്സിന് ലൈക്ക നൽകിയിരിക്കുന്നത് 11 കോടി രൂപയാണ്. ഇത് അഡ്വാൻസ് തുകയാണ്. ചിത്രത്തിന്റെ ലാഭവിഹിതം തുടർന്ന് നൽകാം എന്നതാണ് കരാർ. ഇതോടെ അവസാന കടമ്പയും കടന്നാണ് അജിത്ത് ചിത്രം റിലീസിനായി തയ്യാറെടുക്കുന്നത്. 2 കൊല്ലത്തിന് ശേഷം തിയേറ്ററിലെത്തുന്ന അജിത്ത് ചിത്രമാണ് വിടാമുയർച്ചി. തൃഷയാണ് ചിത്രത്തിലെ നായിക. അർജുൻ സർജ, ആറവ് കസറന്ത എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ലൈക്ക പ്രൊഡക്ഷനാണ് ചിത്രം നിർമ്മിക്കുന്നത്. മകിഴ് തിരുമേനി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം ഒരു ആക്ഷൻ ത്രില്ലറാണ് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. അനിരുദ്ധാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത്.